ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങും അതുപോലെ തന്നെ ഹീലിങ്ങും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽലെസ് റീഡിങ്ങും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ വാളിൽ ഇത് കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് ആക്റ്റീവ് ആകുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റിലെ തന്നെ ഈ കാർഡ്സിൻ്റെ സ്പ്രെഡിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും നിങ്ങളുടെ എനർജിയാണ്. അതായത് ഈ ഒരു റീഡിങ് ആരാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മേ ബി ഈ ഒരു സൈൻ എന്ന് പറയുന്നത് ഒരു ഫയർ സൈൻ ആണ്. ഏരീസ് ആവാം, ലിയോ ആവാം, സാഗിറ്റേറിയസ് ആവാം, അതല്ലെങ്കിൽ സൺ മൂൺ റൈസിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ്ങും ബോൾഡും അഡ്വഞ്ചറസും ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ട്രബിളും അതേപോലെ ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഒരുപാട് വിഷമം ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നടന്നാലും വിഷമം ടൈപ്പ് ഓഫ് ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾക്ക് ഭയങ്കര അധികം വിഷമമുണ്ട്. പക്ഷേ നിങ്ങൾ പുറത്തോട്ടധികം അത് എക്സ്പ്രസ് ചെയ്യാറില്ല, മറ്റുള്ളവരെ കാണിക്കാറില്ല, മറ്റുള്ളവരുടെ ഒരു സിമ്പത്തി നേടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഭയങ്കര ഫയർസൺ ആയതുകൂടെ കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുമെന്ന് വെച്ചാൽ ഭയങ്കര വൾഗറായിട്ട് അങ്ങോട്ട് പോയി വെറുതെ അടി ഉണ്ടാക്കുകയല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്ത് നിങ്ങളുടെ ഇമോഷൻസിന് ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതിന് റിയാക്ട് ചെയ്യും. പക്ഷേ അത് നെഗറ്റീവ് രീതിയിലല്ല. നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പോയിൻറ്റ്സോട് കൂടെ ആയിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ഭയങ്കര ജീനിയസ് ആയിട്ടൊക്കെ ഉള്ള ഒരാൾക്കാരാണ്. അതായത് എന്തും ചിന്തിച്ച് ആണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ മറ്റുള്ള ആൾക്കാർ മനസ്സിലായി അപ്പോൾ അവരതിനെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി അങ്ങനത്തെയൊക്കെ ഒരു ഇമേജ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ട് നിങ്ങളെ തന്നെ മാക്സിമം എല്ലായിടത്തും എക്സ്പ്രസ് ചെയ്ത് നല്ല രീതിയിലും പിന്നെ ഇപ്പം നല്ല ഡ്രസ്സ്, നല്ല ഓർണമെൻറ്റ്സ്, അതുപോലെ തന്നെ വണ്ടികൾ, അതായത് നിങ്ങൾക്ക് തന്നെ ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് അത്രയും ലക്ഷറീസ് ആയിട്ടുള്ള രീതിയിലും ഒക്കെ മറ്റുള്ളവരെ കാണിക്കാനും കൂടെ വേണ്ടി, അതായത് നിങ്ങൾക്ക് ഞാൻ വിഷമിക്കുന്നില്ല, എനിക്ക് ഇതെല്ലാം അപ്പം അതേപോലത്തെ, അതായത് നിങ്ങൾക്ക് നല്ലപോലെ സെൽഫ് ലവ് ഉണ്ട്. അപ്പം നിങ്ങൾ വേറെ ആരുടെയും മുന്നിൽ നിങ്ങൾ ഡൗൺ ആയി നിൽക്കാതെ നിങ്ങൾക്ക് കാണിക്കാനും മറ്റുള്ളവരുടെ നിന്ന് സിമ്പതി കിട്ടാതിരിക്കാനും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളെ തന്നെ നല്ല ഹൈ ലെവലിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് നിങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസും നിങ്ങൾക്ക് വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിനെ കുറേയൊക്കെ കൺട്രോൾ ചെയ്തും ഉള്ളിൽ സങ്കടമുണ്ട്, പക്ഷേ നിങ്ങൾ വെളിയിൽ കാണിക്കാത്ത അതേപോലത്തെ ഒരു മൈൻഡാണ് നിങ്ങളുടേത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ നമ്മളിപ്പോൾ ഫൈസൈൻ്റെ മാത്രമല്ല, മേ ബി നമുക്ക് കിട്ടിയിരിക്കുന്ന വേറൊരു എനർജി എന്ന് പറയുകയാണെങ്കിൽ എർത്ത് സൈൻ്റെ എനർജിയാണ്. അതായത് ചില സൈൻസ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നതിൽ തന്നെ ചില ആൾക്കാർ ഫൈസൈനും ചില ആൾക്കാർ എർത്ത് സൈനും ഉണ്ട്. അപ്പോൾ എർത്ത് സൈൻ ആയിട്ടുള്ള ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അപ്പോൾ ഈ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ രണ്ട്, അതായത് സൺ മൂൺ റൈസിങ് സൈൻ ആയിരിക്കാം. അപ്പോൾ ഫയർ എനർജിക്കാരെന്ന് പറഞ്ഞാൽ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ബാക്കിലോട്ട് വയ്ക്കും. അതേസമയം എർത്ത് സൈൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ ടോറസും വിർഗോയും കാപ്രിക്കോണൊക്കെ ആണെങ്കിൽ അവർ ഒരുപാട് ഇൻറ്റ്യൂഷൻ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നേരത്തെ ഇതെങ്ങനെയാണ് ഈ ഒരു കാര്യം വരുന്നത്, ഇതെങ്ങനെ ഇത് എൻഡ് ചെയ്യും എന്നൊക്കെ ആദ്യം തന്നെ അവർക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ രീതിയിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്.
അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ ഒരുപാട്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു റിലേഷൻ ഇങ്ങനെ. അപ്പോൾ അത് ഓൾറെഡി നിങ്ങളുടെ മൈൻഡിനെ ഈ ഒരു ബ്രേക്കപ്പിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസ്റ്റൻസിലോട്ട് വന്നപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് ആ ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ഏകദേശം ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിലോ അല്ലെങ്കിൽ അതേപോലെ ഭയങ്കര രീതിയിൽ സ്ട്രഗിൾ ചെയ്യാത്ത രീതിയിലോട്ട് നിങ്ങൾ ആ ഒരു എനർജീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജീസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സയൻസും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളത് മാക്സിമം കൺട്രോൾ ചെയ്ത് മറ്റുള്ളവർ അറിയാതെയും കുറേയൊക്കെ ലെറ്റ് ഗോ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടും വിഷമിച്ചും ഒക്കെ തന്നെയാണ് ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലൊക്കെ ആയിരിക്കാം സ്റ്റാർട്ടിങ് സമയത്ത്. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഇയാളായിട്ട് നിങ്ങളുടെ ജീവിതം ഫുൾ അതില്ലാത്ത രീതിയിലൊക്കെ ആക്കി കളഞ്ഞു, മോശമാക്കി, അങ്ങനത്തെയൊക്കെ ഒരു വിചാരം നിങ്ങൾക്കുണ്ട്. അത് കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇയാളിൽ ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇയാൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഒക്കെ ഉണ്ട് ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയിൽ ഒരുപാട് വിഷമമുണ്ട് നിങ്ങളോട് കാണിച്ചതിലും. നിങ്ങളോട് മിക്കവാറും അയാൾ പലതരത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളൊരു ഡിസ്റ്റൻസിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ കോൺടാക്ട് ചെയ്യാനും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെ പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പം നിങ്ങളുടെ ആ ഒരു എനർജി ആ ഒരു പേഴ്സണ് കിട്ടാത്തത് കൊണ്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഓൾമോസ്റ്റ് നിർത്തി അല്ലെങ്കിൽ മതി എന്നൊരു രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ളൊരു ഇപ്പോൾ അയാൾ എത്രയൊക്കെ ഡിസ്റ്റൻസ് കാണിച്ചാലും എത്രയൊക്കെ നിങ്ങളെ ഹേർട്ട് ചെയ്യാലും അയാൾക്ക് ഈ ഒരു എനർജിയുടെ ഒരു ആവശ്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ അയാൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് വെച്ചിട്ട് അതല്ലെങ്കിൽ അയാളുടെ ട്രോമാസൊക്കെ കൊണ്ട് അയാൾക്ക് നിങ്ങളൊരു മെഡിസിൻ പോലെ അതല്ലാതെ നിങ്ങളോട് എന്താ പറയുക, ഇപ്പോൾ ഒരു ആൽക്കഹോൾ അഡിക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അയാളുടെ പ്രോബ്ലംസ് മറക്കാൻ വേണ്ടി ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് പോലെ അയാൾക്ക് അയാളുടെ ഒരുപാട് ട്രോമാസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനത്തെ ഒരു അഡിക്ഷനാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാട്ടി ഓടിച്ചാലും നിങ്ങൾ തിരിച്ച് വീണ്ടും ആ ഒരു പേഴ്സണെ കോൺടാക്ട് ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ എനർജി കംപ്ലീറ്റ്ലി നിങ്ങൾ വലിച്ചതിന് ശേഷം ഈ ഒരു പേഴ്സണ് ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത് പോവും എന്നൊക്കെ ഒരു പേടി ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോട് കാണിച്ചതിലും ഒക്കെ ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ പേടിയാണ്, നിങ്ങൾ വരുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോകും. ഇപ്പോൾ അയാൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് നിങ്ങളിനി ഒരിക്കലും വരില്ല അല്ലെങ്കിൽ നിങ്ങൾ എത്ര കെയർ ചെയ്യുന്നില്ല ഈ ഒരു പേഴ്സണെ. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ പഴയ പോലെ ഒരു ഭ്രാന്തമായ രീതിയിലൊന്നും ഇയാളിലോട്ട് ചെല്ലില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ അയാൾക്കുള്ളിൽ ഒരു വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് നിങ്ങളെ വേണം. അത് നിങ്ങളോട് ഡയറക്റ്റ്ലി പറഞ്ഞില്ലെങ്കിലും അയാളുടെ ഉള്ളിൽ ആ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് എത്രയൊക്കെ വഴക്കം ഉണ്ടാക്കിയാലും എത്രയൊക്കെ ചെയ്താലും നിങ്ങൾ തിരിച്ചെല്ലുമ്പോൾ അയാളെ വീണ്ടും സ്വീകരിക്കുന്നതിന് കാര്യം നിങ്ങളെക്കാട്ടി കൂടുതൽ അയാൾക്കാണ് നിങ്ങളെ വേണ്ടത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്യാതിരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ശരിക്കും ഭയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾ ചെയ്ത മിസ്റ്റേക്സ്, അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു സമയത്തൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നല്ലൊരു ജീവിതവും ഫാമിലി, അത് ഈവൻ മാരേജ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു മാരേജും ഒക്കെ ആഗ്രഹിച്ചിരുന്നത്, അതല്ലെങ്കിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പൊക്കെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, ഒരുമിച്ച് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതെല്ലാം കംപ്ലീറ്റ്ലി തകർത്തിട്ട് ഈ ഒരു പേഴ്സണിൽ നിന്ന് എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ നിൽക്കുന്നത്. അപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹിച്ചും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് നടന്നതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ അന്നത്തെ ആ ഒരു നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ഓരോ സമയമൊക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെക്കാട്ടി കൂടുതൽ അയാൾക്കാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് തിരിച്ചു വരണമെന്നും ഇതിലോട്ട് കൂടുതൽ സമയം നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം അത് ഇന്നോ നാളെയോ പെട്ടെന്ന് അത് സംഭവിക്കത്തില്ല, നിങ്ങളതൊരിക്കലും സമ്മതിച്ച് തരത്തില്ല എന്നും അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം വെച്ചാൽ അയാളിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ്സ്
നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അയാൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്കുള്ളിൽ തന്നെ അറിയാം പെട്ടെന്നൊന്നും ഈ ഒരു വഴക്കോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇത് മാറി കിട്ടുമെന്നൊന്നും അയാൾക്കും നല്ലതുപോലെ അറിയാം. അപ്പോൾ അതൊക്കെ ഓർത്ത് ഈ ഒരു പേഴ്സൺ വിഷമിക്കുകയാണ്. കാരണം വെച്ചാൽ അയാളായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ച പ്രോബ്ലംസ് ആണിത്. അതായത് നിങ്ങൾ അത്രത്തോളം ആ ഒരു പേഴ്സൺ ഇഷ്ടപ്പെട്ടും നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ഭ്രാന്തമായിട്ട് രീതിയിലൊക്കെ നിങ്ങൾ പോയതാണ്. മേ ബി ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ചില ആൾക്കാർ സൂയിസൈഡ് ചെയ്യാൻ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളെ എനിക്ക് കിട്ടിയില്ല എങ്കിൽ ഞാൻ മരിച്ചു കളയും, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നൊക്കെ രീതിയിൽ വരെ ചിന്തിച്ച ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതായത് നിങ്ങൾ, അപ്പോൾ അതൊക്കെ അയാൾക്കറിയാം. അപ്പോൾ നിങ്ങളില്ലാതെ എനിക്ക് ശ്വാസം പോലും കിട്ടത്തില്ല എന്നൊരു സ്റ്റേജിലൊക്കെ നിങ്ങൾ അയാളോട് വിളിച്ചു പറഞ്ഞു. ആ ഒരു വ്യക്തി എന്നോട് ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോൾ അയാൾ എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് ഇപ്പം അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് നിങ്ങളിലോട്ട് തിരിച്ച് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നും നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഇതിന് സമ്മതിക്കില്ല എന്നും ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം. തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലോട്ട് എത്താൻ വേണ്ടി അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിഫീറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് കൂടെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസിലായിരുന്ന സമയത്ത്, അതായത് ഒരുപാട് ചിലപ്പോൾ ആദ്യ സമയങ്ങളൊന്നും കുഴപ്പമില്ലായിരിക്കാം, പിന്നെ ആയപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയുടെ ഒരു പ്രസൻസും നിങ്ങൾ അയാളെ കെയർ ചെയ്തതും ഒക്കെ ഓർത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി നിങ്ങളില്ലാതെ അയാൾക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അയാൾക്ക് വളരെ സന്തോഷവും സമാധാനവും സ്നേഹവും കരുതലും ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ വേറെ ആരും, ചിലപ്പോൾ ഒരുപാട് ട്രോമാസും ഫാമിലി റിലേറ്റഡ് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണിത്. അപ്പോൾ ഇന്നർ വൂൺസൊക്കെ ഒരുപാടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ ചെന്നപ്പോൾ അയാളുടെ ജീവിതം ഒരുപാട് മെച്ചപ്പെട്ടു. അപ്പോൾ ഇത്രയും സന്തോഷം അയാൾക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അയാൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെ ഓർത്ത് അയാൾക്ക് ഒരുപാട് അയാൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അയാളെന്ന് പറയുമ്പോൾ ശരിക്കും നേരത്തെ എന്തായിരുന്നു അതിൽ നിന്നൊക്കെ അയാളുടെ ക്യാരക്ടറൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അയാളിപ്പോൾ വേറൊന്നിലും അയാൾ ശ്രദ്ധ കൊടുക്കുന്നില്ല, നിങ്ങളെ പറ്റി മാത്രമാണ് അയാളുടെ ചെയ്തത്. നിങ്ങളറിയാതെ അയാൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നില്ല എന്നല്ല, ചിലപ്പോൾ ഫ്രണ്ട്സോ ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അയാൾ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് നിങ്ങളെ. പിന്നെ അതുകൊണ്ട് അയാൾ നിങ്ങളെ മാത്രം, അതായത് ഇപ്പോൾ അയാളുടെ മനസ്സിൽ വേറെ ഒരു കാര്യവുമില്ല. അയാൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് സംസാരിക്കണം. പിന്നെ അയാൾക്കുള്ളിൽ അറിയാം എന്തെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ അയാൾ ഇത്രയൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടും വിഷമിച്ചിട്ടും ഉണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കര നല്ലൊരു വ്യക്തിയാണ്, നിങ്ങൾ കുറേ കൂടെ ഒരു എമ്പതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അയാളെ സ്വീകരിക്കും. ഇപ്പോഴല്ലെങ്കിൽ പതുക്കെ അയാളെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഒരു മദേഴ്സ് വൂണ്ടൊക്കെ നല്ലതുപോലെ ഉള്ളൊരു വ്യക്തിയാണ്. മേ ബി അമ്മ മരിച്ചിട്ട് പോയിട്ടുള്ള ആളായിരിക്കാം, അതല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഒരുപാട് വൂണ്ട്സ് കിട്ടിയിട്ടുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മദേഴ്സ് വൂണ്ടൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആവുള്ളൊരു ചാൻസ് ഉണ്ട് ഇത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാൾ ആ ഒരു രീതിയിൽ, അതായത് അങ്ങനത്തെ ഒരു മദർലി കെയറിങ്ങും ഒക്കെ നിങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അതാണ് ഞാൻ കൊണ്ടേ കളഞ്ഞത് എൻ്റെ കയ്യിലുള്ള പ്രോബ്ലംസ് കൊണ്ട്. അപ്പോൾ എനിക്കത് ഇനിയും വേണം. ഇപ്പോൾ മദർലി കെയർ എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പോൾ ഫെമിനിൻ എനർജീനെ മീൻസ് പെണ്ണുങ്ങളെ മാത്രമല്ല, ചിലപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള, അതേപോലെ തന്നെ കെയറിങ്. ഇപ്പോൾ നമ്മൾ ജെൻസ് ആണെങ്കിലും നമ്മൾ വളരെയധികം കെയർ ചെയ്തും എടുത്ത് നമ്മൾ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് അങ്ങനത്തെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലത്തെ ഒരു എമ്പത്തായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു എമ്പതി ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ ജീവിതം വേറെ രീതിയിൽ കൊണ്ടുപോയി. ഇപ്പോൾ എനിക്ക് ആ ഒരു എനർജിയിൽ എനിക്കിപ്പോൾ ആരുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എൻ്റെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി പോയി എന്നൊരവസ്ഥയിലായിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു എനർജീനെ നിങ്ങൾ അത്രയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങളറിയാതെ ഈ ഒരു വ്യക്തി നിങ്ങളിലോട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.